ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി സ്വന്തം തലയ്ക്ക് കട്ടൻ ചായ എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും സച്ചിനെ കളിയാക്കാണ്. രാവിലെ തന്നെ ശരത്ത് പടക്കം പൊട്ടിക്കും. ആ സൗണ്ട് കേട്ടിട്ട് സച്ചി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ തലയിൽ കൈ വെച്ചിട്ട് പറയും, എന്തൊരു തലവേദന, തല പൊക്കാൻ വയ്യ, ഇന്നലെ ഇത്തിരി ഓവറായി തോന്നുന്നുണ്ട്, ഇനി ഇവരുടെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കും, കുറച്ച് നേരം കൂടി ഒന്ന് ഉറങ്ങായിരുന്നു, അപ്പത്തിന് ഈ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വരിക കേട്ടോ. അപ്പോൾ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ശരത്ത് പറയും, ദേ സച്ചിയായിട്ട് വരുന്നുണ്ട് പറയും. അപ്പോൾ സച്ചിയാണെങ്കിൽ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈ കൊടുത്തിട്ടാവും വരുന്നുണ്ടാവുക. അപ്പോൾ ദേവ് ചോദിക്കും, എന്ത് പറ്റി സച്ചിയേട്ടാ, കൈ എന്താ തലയിൽ എന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും, തല പൊങ്ങുന്നുണ്ടാവില്ല, അതുപോലെയല്ല ഇന്നലത്തെ പ്രകടനം ഉണ്ടായതെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, നീ മിണ്ടണ്ട, നീ എന്നോട് മിണ്ടാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. ഈ സമയത്ത് രേവതിയുടെ അമ്മ വരികയാണ്. മോൻ നീറ്റോ, ഞാൻ മോന് കട്ടൻ ചായ എടുക്കാം, മോൻ പോയി മുഖം കഴുകിയിട്ട് വായോ എന്ന് പറയും. അപ്പോൾ ദേവ് ചോദിക്കും, എന്താ കട്ടൻ ചായ വെച്ചിട്ടാണോ മുഖം കഴുകണേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ദേവിനോടൊന്നും മിണ്ടാതിരിക്കടി എന്ന് പറയാണ് ദേവുവിൻ്റെ അമ്മ. അങ്ങനെ സച്ചി, അമ്മ ഇന്നലെ ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് എനിക്കറിയാം, ഇന്നലെ അങ്ങനെയൊന്നും ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ലായിരുന്നു, എനിക്ക് അത്രയും വിഷമമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വന്നത്, ഇന്നലെ ഫിനാൻഷ്യലായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അയാൾ ഇനി എനിക്ക് വണ്ടി തരില്ല എന്നൊക്കെ പറഞ്ഞു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വന്നത്. അപ്പോൾ രേവതിയുടെ അമ്മ പറയും, നിൻ്റെ മനസ്സിൽ കുറേ വിഷമങ്ങളുണ്ടെന്ന് എനിക്കറിയാം, അതൊന്നും സാരില്ലേ മോനെ, എല്ലാം ശരിയാവും, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ച് ഇങ്ങനെ കുടിച്ച് വന്നു കഴിഞ്ഞാൽ നിൻ്റെ ശരീരത്തിനെ തന്നെയല്ലേ കേട്, അത് ആരോടെങ്കിലും തുറന്ന് പറഞ്ഞ് അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാനാണ് നോക്കേണ്ടത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ സച്ചി പറയും എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ ഓരോന്ന് പറയാണ്. അപ്പോൾ രേവതിയോട് സച്ചി പറയും, നീ ഈ തലതറ പറയുന്നത് നിർത്തിക്കോ എന്ന് പറയും കേട്ടോ. അങ്ങനെ സച്ചി പോയി മുഖം കഴുകുകയാണ്. ഈ സമയത്ത് രേവതിയുടെ അമ്മ സച്ചിക്ക് ചായയൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അവിടെ ശരത്ത് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ സച്ചിക്ക് ചായ കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ എണ്ണ എടുത്തിട്ട് ശരത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, മോനെ ഇത് സച്ചിയുടെ തലയിൽ ഇട്ട് കൊടുക്കുക എന്ന് പറയും കേട്ടോ. അങ്ങനെ ഈ എന്താ പറയുക, ശരത്ത് വന്നിട്ട് സച്ചിയായിട്ട് അതേ തലയിൽ തേക്കാൻ എണ്ണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തേക്കാൻ തുടങ്ങുക. അപ്പോൾ നീ എണ്ണ തേച്ചോ, അതിനിപ്പോൾ എന്നോട് എന്തിനാ ചോദിക്കണേന്ന് പറയും. അപ്പോൾ ശരത്ത് പറയും, അല്ല ഇത് സച്ചിയുടെ തലയിലാണ് തേക്കണേന്ന് പറയും. നീ എന്തിനാ എനിക്ക് തേച്ച് തരണേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ രേവതിയുടെ അമ്മ പറയും, ഇത് ദീപാവലിക്ക് വരുമ്പോൾ ഒരു ആചാരം മോനെ, ഇന്ന് ആങ്ങളെ വേണം, മീൻസ് ഭാര്യയുടെ ആങ്ങളെ വേണം നിനക്ക് എണ്ണ തേച്ച് തരാമെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, എനിക്ക് എൻ്റെ തലയിൽ അച്ഛമ്മ എണ്ണ തേച്ച് തരുന്നതൊക്കെ ഇഷ്ടമാണ്, വേറെ ആരും എണ്ണ തേക്കുന്നതൊന്നും എനിക്കത്ര ഇഷ്ടമല്ല, ഞാൻ തന്നെ തേച്ചോളാം, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ എടുത്ത് എണ്ണ തേക്കാൻ പോവുക. അപ്പോൾ രേവതി പറയും, കുറച്ച് എണ്ണ എടുത്തൊന്ന് നെറുകയിലിട്ടെന്നു വെച്ചിട്ട് എന്താ പ്രശ്നം എന്നിങ്ങനെ പറയും. നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, എൻ്റെ തലയിൽ എണ്ണ തേക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് നേരെ ഗ്ലാസ് എടുത്ത് തലയിൽ കൂടെ കമത്തുകയാണ്. പക്ഷേ എണ്ണയ്ക്ക് പകരം അതിൽ കട്ടൻ ചായ ആയിരിക്കും കേട്ടോ. സച്ചിക്ക് കുടിക്കാൻ കൊടുത്ത കട്ടൻ ചായ എണ്ണ എടുത്തിട്ട് സച്ചി തലയിൽ ഒഴിക്കും. അപ്പോൾ സച്ചി ഇങ്ങനെ ആകെ നാണം കെട്ട പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിക്കും കേട്ടോ. അപ്പോൾ സച്ചി വേഗം തന്നെ, ഇതാരാടെ, നീ എന്തിനാടാ ചായയുടെ അടുത്ത് കൊണ്ടുവന്ന് എണ്ണ വെച്ചത് എന്നിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് പറയും, ഞാൻ പോയിട്ട് കുളിമുറിയിൽ നിന്ന് കുളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് തേച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എണ്ണ എടുത്തിട്ട് കുളിമുറിയിലേക്ക് പോകും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.